ഏത് സമുദായമാണെങ്കിൽ നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ BJP മാത്രമേ ഇറങ്ങുന്നുള്ളൂ. മറ്റേ പാർട്ടികൾ ഇവരുടെ കഷ്ടവും ഇവരുടെ വിഷമവും ഇവരുടെ വേദനയുകൊണ്ട് ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യാനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ആദ്യവും കണ്ടിട്ടുണ്ട്. അത് മുനമ്പമാണോ ഏത് കാര്യമാണോ ഏത് പ്രശ്നമാണെങ്കിലും കോൺഗ്രസ് ചെയ്യുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയം ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഒപ്പം ഞങ്ങളുണ്ടാവും. അവർക്ക് നീതി നൽകണ വരെ BJP കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വേണമെങ്കിൽ ഞാനും അവിടെ പോയി ഇരുന്ന് അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും, കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തത്, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിൽ ഒരു ആൻറ്റി കൺവേർഷൻ ലോ ഉണ്ട്. 1967 പാസ്സായ ഒരു ആൻറ്റി കൺവേർഷൻ ലോ ആണ്. അന്ന് പാസ്സാക്കിയത് കോൺഗ്രസ് സർക്കാരായിരുന്നു പാസ്സാക്കിയ ആ ലോ. പിന്നെ 2013 അവർ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് 2013 അവർ പാസ് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ചെയ്യുന്ന ഏത് ഏജൻസി ആണെങ്കിലും ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല. അവർ ചെയ്ത പിന്നെ അവിടെ പോയ നൺമാർ എന്ത് ചെയ്തു എന്ന് ഞാൻ ഇപ്പോൾ അതിൽ ഡീറ്റെയിൽ പോകുന്നില്ല. പക്ഷേ അവരുടെ എതിരെ ഈ കൺവേർഷൻ്റെ എലിഗേഷൻ സത്യമല്ല എന്ന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ മുതൽ മിഞ്ഞാന്ന് മുതൽ സംസ്ഥാന സർക്കാർ, ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിൻ്റെ ടച്ചിലുണ്ട്. അവിടുത്തെ ഹോം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഞാൻ തന്നെ 3 തവണ സംസാരിച്ചിട്ടുണ്ട്. BJP ഛത്തീസ്ഗഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൂടെ ഞാൻ സംസാരിച്ചു. അവരെല്ലാവരും സഹായിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നീതി നൽകും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത്. ഇതിനൊപ്പം കോൺഗ്രസ് അവരുടെ ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം. ഏത് സമുദായമാണെങ്കിൽ നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ BJP മാത്രമേ ഇറങ്ങുന്നുള്ളൂ. മറ്റേ പാർട്ടികൾ ഇവരുടെ കഷ്ടവും ഇവരുടെ വിഷമവും ഇവരുടെ വേദനയുകൊണ്ട് ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യാനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ആദ്യവും കണ്ടിട്ടുണ്ട്. അത് മുനമ്പമാണോ ഏത് കാര്യമാണോ ഏത് പ്രശ്നമാണെങ്കിലും കോൺഗ്രസ് ചെയ്യുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയം ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. അതാണ് ഇവർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. വിഷം നിറച്ച് പേടിപ്പിക്കാനും ഭീഷണിപ്പെടുപ്പിക്കാൻ കോൺഗ്രസ് ചെയ്യരുതാണെന്ന് ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന. BJP ഇന്ന് ശക്തമായിട്ട് പറയുന്നു, ഈ കന്യാശ്രീ 2 നൺമാരുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. അനൂപ് ആൻ്റണി ഇന്ന് രാവിലെ അവിടെ 5 മണിക്ക് എത്തി. അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തി, പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. ഇത് അവർ പുറത്തു വരുന്നവരെ ഞങ്ങൾ അവരൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.